സോ വെൽക്കം ടു മൈ ചാനൽ അഗെയിൻ. ഇപ്പം ഞാൻ എവിടെ ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഞാനിപ്പോൾ ഒരു ബർത്ത്ഡേ പാർട്ടിയിലാണ്. കണ്ടു ഇവിടെ കളിക്കുന്നു ഒരു ബ്ലൂ കളർ കുർത്തയിട്ടത് അവനാണ് ബർത്ത്ഡേ ബോയ്. അവൻ്റെ പേര് അനൈ എന്നാണ്. സോ ഞാൻ ബർത്ത്ഡേ പാർട്ടിയിൽ വന്നിരിക്കുന്നു. ഭയങ്കര ഗ്രാൻഡ് സെലിബ്രേഷനായ ബർത്ത്ഡേ പാർട്ടിയാണ്. ഇവരെല്ലാം എന്തൊക്കെ ചെയ്യുന്ന കണ്ട ഇതെന്താ ചെയ്യുന്നറിയാം? ഒരു ഗെയിം കളിക്കുന്ന 2 പെണ്ണുങ്ങളുണ്ടാവും. നമുക്ക് കുട്ടികൾക്ക്, ആണുങ്ങൾക്ക്, പെണ്ണുങ്ങൾക്ക് എല്ലാത്തിനും ഒരു ഗെയിം ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വർത്തമാനം പറഞ്ഞാൽ മതി, അവരാണ് നമ്മളതാക്കിയത് ആൾ, ഗെയിമെല്ലാം പറയുന്ന ആൾ. ഇപ്പം എന്താ പറയുന്നത് വിചാരിച്ചാൽ, ഒരു ആൻറ്റി കയ്യിൽ ഒരു കയറ് കെട്ടണം, മറ്റേ ആൻറ്റിയും കയ്യിൽ ഒരു കയറ് കെട്ടണം. കയറ് കെട്ടിയ ശേഷം അപ്പുറത്തും നോക്കിയിട്ട് ആ കയറ് രണ്ടും കൂട്ടി കെട്ടിയതാണ്. എങ്ങനെയെങ്കിലും അത് നമ്മൾ കൈ വെച്ച് യൂസ് ചെയ്യാണ്ട് എങ്ങനെയെങ്കിലും ബോഡി ഷേക്ക് ചെയ്തിട്ട് അതിലേക്കൂടി ഇങ്ങനെ പോകണം. അതിൻ്റെ ഉള്ളിലേക്ക് അത് ക്രോസ് ആയിട്ട് 2 വേറെ രീതിയിലായിരിക്കണം. അങ്ങനെയാണ് ചെയ്യുന്നത്. കണ്ട, അനൈ ഈസ് 9 എന്ന് കാണിക്കുന്ന അനൈ ഇപ്പോൾ 9ാം വയസ്സാണ്. കണ്ട, ഇവരിപ്പം കളിക്കുന്ന. പിന്നെ ഈ പിങ്ക് സാരി ഇട്ടത്, പിങ്ക് സാരി അല്ല, ഒരു പിങ്ക് ഇതിട്ടത് കണ്ടിനാ, അവരും പിന്നെ ഒരു മാമനും, അവരാണ് അനീൻ്റെ അച്ഛനും അമ്മയും. കാണിച്ചു തരാട്ടാ. കണ്ട, ഭയങ്കര ഗെയിം കളിയാണ്. കണ്ട, ഇതാണ് അനീൻ്റെ ബർത്ത്ഡേ കേക്ക്. കണ്ട, ഭയങ്കര തിരക്കായി വരും. കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തെടുക്കണ്ടേ, 2 പുറത്താവേണ്ടി ഇത് 2 കെട്ടിയിട്ട് ചെയ്യുന്നത്. അത് ഊരിയെടുത്ത്, പക്ഷെ അതവർ കൈ വെച്ച് യൂസ് ചെയ്തിട്ട് ഊരിയെടുത്ത്. എൻ്റെ ഒരു വെറുതെ പറ്റിക്കാൻ വേണ്ടി നോക്കുന്ന. കണ്ടോ, ഈ ഡ്രസ്സ് കണ്ട, അവരാണ് അനീൻ്റെ അമ്മ. ആ മൈക്ക് പിടിച്ച പെണ്ണുങ്ങളുണ്ടോ, ആ പെണ്ണുങ്ങളാണ് നമ്മളെ ഗെയിമെല്ലാം പറയുന്ന ആൾ. ഓക്കേ, അപ്പം എല്ലാവരും നല്ലോണം ആഘോഷിക്കുന്ന ബർത്ത്ഡേ പാർട്ടിക്ക് നമുക്ക് വരുമ്പം തന്നെ ഫ്രഞ്ച് ഫ്രൈസും സോസും പിന്നെ ഒരു ആപ്പിൾ ജ്യൂസെല്ലാം ഉണ്ട് കേട്ടോ, വരുമ്പം തന്നെ കുടിക്കാനായിട്ട്. പിന്നെ ഡിന്നറും അവൈലബിൾ ആണ് കേട്ടോ, ഡിന്നറും ഉണ്ട് ഇവിടെ. ഇപ്പം ഞാൻ നല്ല സെലിബ്രേഷൻ മൂഡിലാണ്. നല്ല രസമാണ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി. കണ്ടതിൻ്റെ അടുത്ത ഗെയിം വന്നു, ഒരു ഇങ്ങനെ ഓപ്പൺ ആക്കുന്ന ഒരു ഗെയിം. അപ്പം നമ്മൾ ഇനി കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻവിറ്റേഷനാണ് ഇപ്പം. കണ്ട, ഈ മറ്റേ ഇപ്പം നടക്കുന്നത്, ഇപ്പം സ്റ്റേജിലേക്ക് നടക്കുന്നത്, അതാണ് ബർത്ത്ഡേ ബോയ്. എൻ്റെ അനിയനും ഉണ്ട് ഇവിടെ. ആക്ച്വലി അനൈ ആരാന്നറിയാം? എൻ്റെ അനിയൻ്റെ ബ്രദറാണ്, സോറി എൻ്റെ അനിയൻ്റെ ഫ്രണ്ടാണ്. അവൻ്റെ ക്ലാസ് പഠിക്കുന്ന ക്ലാസ്സിൽ വിചാരിച്ചാൽ കഴിഞ്ഞ കൊല്ലം ഒരേ ക്ലാസ്സിലായിരുന്നു, ഇപ്പോൾ വേറെ സെക്ഷനാണ്. പക്ഷെ എന്നാലും ഇവർ നല്ല ഫ്രണ്ട്സാണ്. എൻ്റെ ബ്രദറിൻ്റെ ഫ്രണ്ട് അനൈ. എൻ്റെ ആക്ച്വലി റിലേറ്റഡ് ഒന്നല്ല, എൻ്റെ അനിയൻ്റെ റിലേറ്റഡാണ്. അവിടെ കേക്ക് എല്ലാം വെച്ചിട്ടുണ്ട്. എന്താ, ബർത്ത്ഡേ ബോയ് പോകുന്നുണ്ട് കേക്ക് മുറിക്കാനായിട്ട്. അപ്പം ഞാനിപ്പോൾ സ്റ്റേജിലാട്ടോ. ഞാനും ഒരു ചെറിയൊരു കുട്ടിയായതുകൊണ്ട്, ഞാനത്ര വലുതൊന്നല്ലല്ലോ, ചെറുതല്ലേ, 8ാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നത്. സോ എല്ലാ പിള്ളേരും കൂടിയിട്ട് സ്റ്റേജിൽ വന്നിട്ട് കേക്ക് കട്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതിന്, അതുകൊണ്ട് ഞാനിപ്പോൾ സ്റ്റേജിൽ വന്ന് നിൽക്കുന്ന. ഗ്രൂപ്പ് ഫോട്ടോ എല്ലാം എടുക്കും കേട്ടോ. പിന്നെ ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത ശേഷം നമ്മളെ വീട്ടിലെ അതിലുള്ള എല്ലാ ആൾക്കാരെയും ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ട് ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം ഞാൻ അപ്ലോഡ് ചെയ്യാം. ഞാൻ അവസാനം ഇട്ടിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ നോക്കണം. കേക്ക് മുറിക്കുന്നതിൻ്റെ ഡിസ്കഷനാണ് വെച്ചും. അപ്പോൾ ഇതാണ് അനീൻ്റെ അച്ഛൻ. കേക്കിൽ തീയെല്ലാം മറ്റേ കാൻഡിൽ ആക്കുന്ന
അപ്പം എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ ടു യു ബർത്ത്ഡേ പാട്ട് പാടുന്ന കേട്ടോ. അപ്പം എല്ലാവരും ക്ലാപ്പ് ചെയ്യുന്ന ആഘോഷം തന്നെ, ആഘോഷം. കട്ട് ചെയ്യാൻ പോകുന്ന അനീൻ്റെ കൈ വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യിപ്പിക്കാം. അപ്പോൾ കേക്ക് കട്ട് ചെയ്തു. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും കേക്ക് പാസ് ചെയ്യല്. കേക്കിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന ക്യാമറമാൻ എല്ലാവരും ഉണ്ട്. നമ്മളൊരു ഫോട്ടോ ഷൂട്ട് എടുക്കുന്ന. അപ്പോൾ കേക്ക് മുറിക്കൽ കഴിഞ്ഞിട്ടുണ്ട്, കേക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഇവരെല്ലാം നമുക്ക് വേണ്ടിയിട്ട് ഒരു റിട്ടേൺ ഗിഫ്റ്റ് തരുന്നതാണ്. അപ്പോൾ ചാരിന് റിട്ടേൺ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചാരിന് മാത്രമല്ല ആ സഞ്ചി തന്നെ എനക്കും ചാരനും ഉണ്ട്. ആ റിട്ടേൺ ഗിഫ്റ്റ് എന്താണെന്നറിയോ? നല്ല രസമാണ്. ഷർട്ടായിരുന്നു കേട്ടോ. റിട്ടേൺ ഗിഫ്റ്റ് ഒരു ഷർട്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ വീഡിയോ എൻജോയ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോൻ്റെ ഒപ്പം തന്നെ റിയലായിട്ട് പോയിട്ട് പാർട്ടി ഐ എം എൻജോയിങ്. ആക്ച്വലി പാർട്ടി എന്ന് വിചാരിച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ബർത്ത്ഡേ പാർട്ടി, കല്യാണം, പിന്നെ വീട്ടിൽ കൂടൽ, ഇതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും ആഘോഷം. ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണ് പോകുന്നതെന്ന് വിചാരിച്ചാൽ നമ്മൾ ഡിന്നർ കഴിക്കാനാണ് എല്ലാവരും പോവുക. ഇപ്പോൾ അവരെ ഫാമിലി മെമ്പേഴ്സിനെ കുറിച്ച് ഫോട്ടോ ആണ്. എൻ്റെ അമ്മ ഡിന്നറിന് വിളിക്കുന്നുണ്ട് കേട്ടോ. അതിന് ഞാൻ പോകണം. അപ്പോൾ ചാരുണ്ട് ഇടാം. ഫോട്ടോ ആണ്, മറ്റേ ഫാമിലീസും ഫ്രണ്ട്സിൻ്റെ ഒപ്പമുള്ള ഫോട്ടോ. എല്ലാവരും ഡിന്നർ കഴിക്കാൻ തുടങ്ങിയിട്ടാണ്. പ്ലേറ്റെല്ലാം എടുത്തിട്ട് എല്ലാവരും ഡിന്നർ സെർവ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. നമുക്കിഷ്ടമില്ല നമ്മളെടുക്കാം, അങ്ങനെ ടൈപ്പാണ്. നമ്മൾ ഡിന്നർ കഴിച്ചില്ല, കഴിക്കാൻ വേണ്ടി പോകുന്ന. ഓക്കെ, ഡിന്നർ കഴിക്കാൻ വേണ്ടി പോകുന്ന. നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. അടിപൊളിയായിരുന്നു. ഇവരെല്ലാം ഫോട്ടോ ആണ്. എന്നെയും വിളിക്കുന്നുണ്ട് ഫോട്ടോ കയറാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാനും ഫോട്ടോ എടുക്കാൻ പോകുന്ന. അതിന് ശേഷം ഞാനിത് അപ്ലോഡ് ചെയ്ത് തരാം ഫോട്ടോ. ഓക്കെ, ഞാൻ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്ന് ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത് തരാം ഫോട്ടോ. ഓക്കെ, പിന്നെ നമ്മളിന്ന് ഡിന്നർ കഴിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ഞാൻ ഡിന്നർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതല്ലാന്ന സാധനങ്ങൾ. അടിപൊളി ഡിന്നറായിരുന്നു. ഗുലാബ് ജാമുനുണ്ട്, കേക്ക്, ചപ്പാത്തി, നാനുണ്ട്, പിന്നെ ഒരു പേടകളുണ്ട്, കുക്കുംബർ, ക്യാരറ്റ്, കേർഡ് റൈസും പലാവും ഉണ്ട് കേട്ടോ. അതിപ്പം പ്ലേറ്റ് സ്ഥലമില്ലാത്തതുകൊണ്ട് ഇത് തിന്ന് കഴിഞ്ഞ ശേഷം ചെയ്യുന്നതാണ്. ഇനി ഇത് തിന്നാൻ തുടങ്ങണം. ഡിന്നർ അടിപൊളി ഡിന്നറാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം തിന്നു കഴിഞ്ഞ ശേഷം നമുക്ക് ഐസ്ക്രീം ഉണ്ട്. ഐസ്ക്രീം മാംഗോ ഫ്ലേവർ ഐസ്ക്രീമാണ്.
ഓക്കെ, നല്ല ടേസ്റ്റാണ്. ഐസ്ക്രീം എന്ന് വിചാരിച്ചാൽ എത്ര കൊള്ള അറിഞ്ഞാലും ഐസ്ക്രീം ഞാൻ എന്തായാലും തിന്നും. ഐസ്ക്രീമിൻ്റെ അത്ര ടേസ്റ്റ് ഭയങ്കര ഇഷ്ടം. ഞാൻ മാത്രമല്ല, എല്ലാവരും ഐസ്ക്രീം തിന്നും. മാംഗോ ഫ്ലേവറാണ് എൻ്റെ ഇഷ്ടപ്പെട്ട ഫ്ലേവറാണ്. നല്ല ടേസ്റ്റില്ലേ. അപ്പോൾ എല്ലാം തിന്നതിന് ശേഷം വായിൽ എരിവെല്ലാം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഐസ്ക്രീം. പേടിയുണ്ട്, ഗുലാബ് ജാമുനെല്ലാം ഉണ്ട്, പക്ഷെ എന്നാലും നമുക്ക് ഐസ്ക്രീമിൻ്റെ സുഖം നല്ല സുഖം. കണ്ട, എല്ലാവരും തിന്നുന്നുണ്ട്. അപ്പോൾ ഈ ഐസ്ക്രീം കൂടി തിന്ന ശേഷം എല്ലാവരോടും ബായ് പറഞ്ഞിട്ട് നമുക്ക് പോലാണ്. രാത്രിയാണ് പാർട്ടി, ജലദോഷമെല്ലാം പിടിക്കും. പക്ഷെ എന്നാലും ഐസ്ക്രീം തിന്നുന്നതിൻ്റെ സുഖം എല്ലാം തിന്നുന്നുണ്ട്. എത്ര കൊള്ളു പറഞ്ഞാൽ ഐസ്ക്രീം എന്തായാലും എല്ലാവരും തിന്നും. രാത്രിയാണ് അതിൻ്റെ പിറ്റേന്നെല്ലാം ജലദോഷം പിടിക്കുമായിരിക്കറേ. അങ്ങനെ ഐസ്ക്രീം കാലിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വേസ്റ്റ് കളയലാണ് അടുത്ത പണി. ഇന്നെല്ലാം തുഴഞ്ഞിട്ട് അങ്ങോട്ട് എത്തണ്ടേ. കുറേ ആൾക്കാർ അപ്പുറം ഇപ്പുറം ഇങ്ങോട്ടെല്ലാം പോന്നിട്ട് അതിൻ്റെ ഇടയിൽ അമ്മയെല്ലാം ഉണ്ട്. ഇനി ഇതാ ഞാൻ കാണിച്ചില്ലേ, ഇത് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, അത് ഇതുണ്ട്, എല്ലാം ഉണ്ട്. കേർഡ് റൈസും ഉണ്ട്. ഇത് കണ്ട പാൻ, എനിക്ക് പാൻ ഭയങ്കര ഇഷ്ടമാണ്. പാനിൽ ഞാൻ ഇല കഴിക്കൂല കേട്ടോ. പാനിൽ ഇല കഴിക്കൂല. അതിൻ്റെ ഉള്ളിലത്തെ സാധനം അത് തുറന്നിട്ടാണ് ഞാൻ കഴിക്കുക. എനിക്ക് ഇല കഴിക്കാൻ ഇഷ്ടം, തുറന്ന് കഴിക്കാൻ ഇഷ്ടം. ഇല എന്തോ കൈപ്പടിക്കും. ഇതും എന്തോ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് അതിൻ്റെ മറ്റേ എല്ലാ ടേസ്റ്റ്, ഐസ്ക്രീം ടേസ്റ്റ് എല്ലാം മാറ്റാൻ വേണ്ടിയിട്ട്. ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് മാറ്റണ്ട, പക്ഷെ എന്നാലും ഒരു രസം ടേസ്റ്റാണ്. എനിക്ക് പാൻ ഇഷ്ടമാണ്, പക്ഷെ പാൻ്റെ ഇല കഴിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. കണ്ട, ഇല മാത്രം ബാക്കി വെച്ച് ബാക്കിയെല്ലാം ഞാൻ കഴിക്കും. ചാരു ആടുന്ന് ബലൂണെല്ലാം തട്ടിപ്പറിച്ച് കൊണ്ടുവരുന്ന നമുക്ക് രണ്ടാൾക്ക് ഈ ബലൂൺ ഭയങ്കര ഇഷ്ടപ്പെടുന്നു കേട്ടോ. കട്ട ബലൂണല്ലേ. നമ്മൾ റിട്ടേൺ ഗിഫ്റ്റിലാണ് വെക്കുന്നത്. അങ്ങനെ ഈ പാന് തിന്നതിന് ശേഷം ഇല നമുക്ക് കളയാം. അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേസ്റ്റ് കളയും. എത്ര കഷ്ടപ്പെടുത്തിയാണെങ്കിൽ ഞാൻ തിന്നു. എനിക്ക് പാനെന്തോ ഇഷ്ടം. ഇനി വേസ്റ്റ് കളയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഡിന്നറും പാർട്ടിയും എല്ലാം കഴിഞ്ഞു. കൈയും കഴുകി വന്ന് ഇനി പോണം. എല്ലാവരോടും ബായ് പറഞ്ഞ് ഇനി പോലെ നമ്മളെ പഠിത്ത പണി. ഓക്കേ, സോ ഇനി പോണം. ഇനി വീണ്ടും വീട്ടിൽ പോയാലും വീണ്ടും പണ്ടത്തെ പഠിപ്പ് അത് ഇതെല്ലാം തുടങ്ങും. ഇപ്പം കുറച്ച് എൻജോയ്മെൻറ്റ് ഉണ്ടായിന്. അറ്റ്ലീസ്റ്റ് ഒരു 3 അവറെങ്കിലും എൻജോയ്മെൻറ്റ് തന്നെയല്ലേ. ഞാൻ ഡ്രസ്സെല്ലാം ഇട്ട് എന്തായാലും ഈ പാർട്ടി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. മേക്കപ്പെല്ലാം ഇട്ട് എൻജോയ് ചെയ്തിട്ടായിരുന്നു പോയത്. ഇനി വീട്ടിൽ പോകണം. അപ്പം എൻ്റെ ഡ്രസ്സെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. മാല ഇതെല്ലാം മാച്ചായിട്ട് മാലയും കാതിലെല്ലാം ഇട്ടിട്ടുണ്ട്. എനിക്ക് ഇങ്ങനത്തെ ഹാങ്ങിങ് കാതിൽ ഭയങ്കര ഇഷ്ടമാട്ടാ. അതുകൊണ്ടാണ് ഞാൻ ഹാങ്ങിങ് ഇട്ടിട്ട് പോകുന്നത്. ഇങ്ങനെ ഹാങ്ങിങ് കാതിൽ ഭയങ്കര ഇഷ്ടം. പക്ഷേ അത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആട്ടാ. കണ്ട് അവിടെ പിള്ളേരെല്ലാം കളിക്കുന്നുണ്ട്. ബലൂൺ എടുക്കുന്നു, ഒരു റിങ് എടുക്കുന്നു, സർക്കിൾ ആക്കുന്നു. ഓക്കെ, അപ്പം ഇനി നമുക്ക് വീട്ടിൽ പോകേണ്ട സമയത്തുണ്ട്. വീട്ടിൽ പോകണം. ആക്ച്വലി വീട്ടിൽ പോലെ ബോറിംഗ് ആണ്. കുറച്ച് അറ്റ്ലീസ്റ്റ് 2 മണിക്കൂർ എൻജോയ് ചെയ്തിട്ടില്ലേ, അതുപോലെ എൻജോയ് ചെയ്യണം ഇനി. എല്ലാവർക്കും ബൈ എന്ന് പറയാൻ തോന്നുന്നു. എന്താ വിചാരിച്ചാലും ഇനി വീട്ടിൽ പോകണ്ടല്ലേ. സോ എല്ലാവർക്കും ബൈ. പിന്നെ ഞാൻ ഫോട്ടോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ബൈ.